മൂന്നാറിൽ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും ദുരനുഭവം ഉണ്ടായെന്ന് വിനോദസഞ്ചാരിയായ യുവതിയുടെ വെളിപ്പെടുത്തൽ. മുംബൈ സ്വദേശിനി ജാൻവിയാണ് ദുരനുഭവം സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചത്. ഊബർ കാറിൽ സഞ്ചരിക്കാൻ അനുവദിച്ചില്ലെന്നും മൂന്നാറിലെ ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയതായും യുവതി പറയുന്നു. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഡ്രൈവർമാർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. So today morning we were leaving Munnar and our BNB host casually told us that there are no Uber or Ola pickups allowed in Munnar. Not available. Not allowed. We had already booked the cab. We asked him that why is it so? Why are they not allowed to pick us up from here when they were the ones who dropped us? He told us that because of the union. And then he basically warned us that if we still want to go by Uber, we have to call him to a different location and then we have to meet him there and make sure that nobody notices us. So we went. We found the Uber guy. We started loading our bags, and as soon as we started doing that, out of nowhere, 5 to 6 men appeared. Apparently, they had been following us. These people, they started threatening our cab driver, telling him that he can't take us. Nobody asked us. We obviously didn't understand the language, but we understood the aggression in it and started feeling extremely unsafe. So obviously, as any other sane person would do in such a situation, we called the police, thinking that they would help us. They came. And they went straight to the union people. Not a single word to us. After a few minutes of chit-chat, they came to us and they told us that you have to go with the union people. You can't go with Uber or Ola. Then when we called Kerala Tourism, the same thing was being told to us that you have to go with the union taxi. Everybody kept throwing the same sentence to us. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രിൻസ്, കഴിഞ്ഞ ദിവസമാണ് മുംബൈ സ്വദേശിനി ജാൻവി മൂന്നാറിലെത്തിയത്. അവിടെ വെച്ച് മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്ന് ദുരനുഭവം ഉണ്ടായെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. പ്രത്യേകിച്ചും ഊബർ കാറിൽ സഞ്ചരിക്കാൻ അനുവദിച്ചില്ലെന്ന് പറയുന്നു. അതാണോ ഈ പ്രശ്നങ്ങൾക്ക് കാരണം? എന്താണ് മനസ്സിലാക്കുന്നത്? ടോം, കഴിഞ്ഞ 30-നാണ് ഈ ഇത്തരത്തിലൊരു ദുരനുഭവം നേരിട്ടതായി യുവതി പറയുന്നത്. തിരിച്ച് മുംബൈയിലെത്തിയ ശേഷമായിരുന്നു യുവതി വിവരങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചത്. എന്തായാലും ഈ സമാനമായ അവസ്ഥ മൂന്നാം മേഖലയിൽ നിരവധി തവണ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ടൂറിസം മേഖലയെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ സഞ്ചാരികളായി എത്തിയവരും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മൂന്നാർ മേഖലയിലേക്ക് ടാക്സി ഡ്രൈവർമാർ യൂണിയൻ പ്രവർത്തകർ സമാനമായ അവസ്ഥ മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഓൺലൈൻ ടാക്സികൾ, ഊബർ, ഓല പോലെയുള്ള ടാക്സികൾ ഇവിടേക്ക് വരുന്നത് തടഞ്ഞുകൊണ്ടുള്ള നടപടി ഉണ്ടാക്കിയിട്ടുണ്ട്. പലതവണ ഇവർ സമരരംഗത്ത് എത്തിയിരുന്നു. കാരണം ഇവരുടെ തൊഴിൽ മേഖലയെ ഇത് ബാധിക്കുന്നതടക്കമുള്ള സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. ടാക്സി ഡ്രൈവർമാരെ ഈ ഓൺലൈൻ ടാക്സികളെ വഴി തടയുന്ന അവസ്ഥയൊക്കെ മുൻപ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അവസ്ഥയാണ് നിലവിലും കഴിഞ്ഞ ദിവസം യുവതിക്കും ഉണ്ടായത്. കേരള സന്ദർശനമായ യുവതി കൊച്ചിയും ആലപ്പുഴയും ഒക്കെ സന്ദർശിച്ച ശേഷമാണ് മൂന്നാറിലേക്ക് എത്തുക. ഈ നമ്മുടെ നാടിന്റെ മനോഹാരിതയും ഒപ്പം ആളുകളുടെ സൗമ്യമായ ഇടപെടലും ഒക്കെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ യുവതി സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ മൂന്നാറിലേക്ക് എത്തുന്നു. മൂന്നാറിലെത്തി ഇത്തരത്തിൽ 30-ാം തീയതി തിരികെ പടങ്ങുമ്പോഴാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുന്നത്. മൂന്നാറിലെത്തിയ ഉടനെ തന്നെ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ തന്നെ ഇവരോട് ഈ ടൂർ ഓപ്പറേറ്റർ അടക്കമുള്ളവർ പറയുന്നു, തിരികെ പോകുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ടാക്സികൾ ആശ്രയിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ ഈ വാഹനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വഴി ടാക്സി വാഹനങ്ങളെ, ഓൺലൈൻ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ടാക്സി ഡ്രൈവർമാർ യൂണിയൻ പ്രവർത്തകർ അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രദേശത്തേക്ക് ഈ ഓൺലൈൻ വാഹനങ്ങളെ എത്തിച്ച് അവിടെ എത്തിയ വാഹനത്തിൽ കയറി പോകണം എന്നാണ് ഇവരോട് പറഞ്ഞത്. അങ്ങനെ ആ ഒരു തരത്തിലാണ് ഇവർ ചെയ്തത്. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ക്യാബ് വന്നപ്പോൾ ഇവർ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന ഒരു സമയത്താണ് ഈ ടാക്സി ഡ്രൈവർമാർ, യൂണിയൻ പ്രവർത്തകർ ഇവിടേക്ക് എത്തി ഇവരുമായി ബഹളം വെക്കുകയും ചെയ്തത്. ഈ വാഹനം ഓടിച്ചിരുന്ന ആളുമായി ബഹളം വെക്കുകയും വലിയ തോതിലുള്ള ആക്രോശമൊക്കെ നടത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇവർ പോലീസിനെ വിളിക്കുന്നത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വിധത്തിലുള്ള സപ്പോർട്ടും ഈ സഞ്ചാരികൾക്ക് ലഭിച്ചില്ല. സഞ്ചാരികളുടെ വിവരങ്ങൾ തിരക്കാൻ ഇവർ തയ്യാറായില്ല. എത്തിയ ഉടൻ തന്നെ യൂണിയൻ പ്രവർത്തകരുമായി മാത്രമാണ് സംസാരിച്ചതെന്ന് യുവതി വീഡിയോയിൽ പറയുന്നുണ്ട്. തുടർന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെയും വിവരം അറിയിച്ചിട്ടും യൂണിയൻ പ്രവർത്തകരെ ആശ്രയിക്കാനായിരുന്നു അറിയിച്ചതെന്നും ഇവ പറയുന്നുണ്ട്. എന്തായാലും ഈ യുവതി വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ സഞ്ചാരി നേരത്തെ പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ മൂന്നാറില് സമാനമായ രീതിയിൽ ടാക്സി ഡ്രൈവർമാരുടെ ഗുണ്ടായിസം കാണാറുണ്ട്. നിരവധി വിനോദസഞ്ചാരികളെ മർദ്ദിച്ച സംഭവങ്ങൾ, സംഘം ചേർന്ന് മർദ്ദിച്ച സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് അവിടെ ഈ പോലീസിന്റെ ഒരു കർശനമായ നടപടി ഉണ്ടാകാത്തതാണോ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ കാരണം? പ്രിൻസ് ടോം,
മൂന്നാറിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. നിരവധി തവണ ഇത്തരം സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതാനും നാളുകൾക്ക് മുൻപ് തന്നെ എറണാകുളം സ്വദേശിയായ കുടുംബത്തിന് ഇത്തരത്തിലൊരു സാഹചര്യം അനുഭവം ഉണ്ടായിരുന്നു. മൂന്നാറിലേക്ക് എത്തിയ ഇവർ റൂം അന്വേഷിക്കുന്നതിനിടയ്ക്കാണ് ഇത്തരം സംഭവം ഉണ്ടായത്. ഇതിവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു ആവശ്യത്തിനായി സഞ്ചാരികൾ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാലും പോലീസും എല്ലാ സമയവും ഈ യൂണിയൻ പ്രവർത്തകരുടെ ഭാഗം മാത്രം കേൾക്കുകയും അവർ പറയുന്നതനുസരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഈ യുവതി ചൂണ്ടിക്കാട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. തങ്ങളുമായി വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ തങ്ങളോട് ആക്രോശിച്ച് തട്ടിക്കേറിയ കുറച്ച് പേരുടെ കൂടെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരാളുടെ കൂടെ പിന്നീട് തുടർന്ന് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും സ്ത്രീയായ ഒരു സഞ്ചാരിക്ക്, ഒരു പെൺകുട്ടിക്ക് ഈ യാത്രയുടെ അവസാന ഘട്ടത്തിൽ അവര് വിനോദസഞ്ചാരത്തിന് എത്തിയ ശേഷം അവരുടെ ബഹളം വെച്ച ഒരാളുടെ കൂട്ടത്തിൽ എത്രമാത്രം അനിശ്ചിതമാണ് അവരുടെ യാത്ര എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ ടാക്സികൾ ആശ്രയിക്കുമ്പോൾ അവർക്ക് അവരുടെ വിവരങ്ങളെല്ലാം അവരുടെ പ്രിയപ്പെട്ടവരുമായ ബന്ധുക്കളുമായിട്ടൊക്കെ പങ്കുവയ്ക്കാൻ സാധിക്കും. എന്നാൽ ടാക്സി ഇപ്പോഴത്തെ യൂണിയൻ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ സാധിക്കുന്നില്ല എന്ന് യുവതി സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവരുമായി ബഹളം വെച്ചവർ അവരുടെ വാഹനത്തിൽ എത്തുമ്പോൾ തന്നെ അവർക്ക് സുരക്ഷിതമില്ല എന്നുള്ളൊരു അവസ്ഥ അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ് ഈ യുവതി ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും വലിയ വിഷയം. അത്തരത്തിലൊരു വിഷയം ഉണ്ടായിട്ടും പോലീസ് ഇവരുടെ ഭാഗം കേൾക്കാനോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വാഹനത്തിൽ പോകുന്നതെന്നോ അതിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യവും കേൾക്കാതെ ഈ യൂണിയൻകാരുടെ വാഹനത്തിൽ പോകാൻ നിർബന്ധിക്കുകയായിരുന്നു. അത് വലിയ ബുദ്ധിമുട്ട് സഞ്ചാരികൾക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. യെസ്, വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാറിലാണ് വിനോദസഞ്ചാരിയായ യുവതിക്ക് നേരെ ടാക്സി ഡ്രൈവർമാരുടെ ഭീഷണി ഉണ്ടായത്. ഈ വിവരം പെൺകുട്ടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് വിവരം പുറത്തു വന്നത്.